നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടുനടുങ്ങിയ ദുരന്തം. മാറഞ്ചേരി കാഞ്ഞിരമുക്കൽ വീടിനകത്ത് തീപിടിച്ച് ഗൃഹനാഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ചു. 2 പേർ ചികിത്സയിൽ. ആത്മഹത്യയെന്നും കുടുംബത്തിന് സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായിരുന്നതായും സൂചന. എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതി മരിച്ചു. വെള്ളത്തേരി അമ്പലത്ത് വീട്ടിൽ അബ്ദുൾ സലാമിന്റെ ഭാര്യ 47 വയസ്സുള്ള ഷംസിയയാണ് മരിച്ചത്. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ ഗ്രോട്ടോയിലും മനപ്പടി കുരിശുപള്ളിയിലും മോഷണം. 2 ഭണ്ഡാരങ്ങളും മനപ്പടി സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയിലെ ഒരു ഭണ്ഡാരവുമാണ് കുത്തി തുറന്നത്. നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പുരസ്കാരം പകത്ത് നൽകിയപ്പോൾ ഇരട്ടി മധുരമാണുണ്ടായതെന്ന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീന ആർ ചന്ദ്രൻ. അഭിനയത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഉർവശിയുമായി പുരസ്കാരം പങ്കിട്ടതിൽ കൂടുതൽ പ്രശസ്തിയും അംഗീകാരവുമാണ് ലഭിച്ചതെന്നും ബീന ടീച്ചർ. വാർത്തകൾ വിശദമായി. നാടുനടുങ്ങിയ ദുരന്തം. മാറഞ്ചേരി കാഞ്ഞിരമുക്കിൽ വീടിനകത്ത് തീ പിടിച്ച് പൊള്ളലേറ്റ 3 പേർ മരിച്ചു. ഗൃഹനാഥൻ ഉൾപ്പെടെ 3 പേരാണ് വെന്തു മരിച്ചത്. പുറങ്ങ് പുളിക്കക്കടവ് പാലത്തിന് സമീപം ഏറാട്ട് വീട്ടിൽ മണികണ്ഠൻ, അമ്മ സരസ്വതി, ഭാര്യ റീന എന്നിവരാണ് വെന്തു മരിച്ചത്. പൊള്ളലേറ്റ മറ്റ് 2 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ച മണികണ്ഠൻ, റീന എന്നിവരുടെ മക്കളായ നന്ദന, അനിരുദ്ധൻ എന്നിവരാണ് പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് നാട് വിറങ്ങലിച്ചുപോയ ദുരന്തം ഉണ്ടായത്. ആത്മഹത്യയെന്നും കുടുംബത്തിന് സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായിരുന്നതായും സൂചന. അനിരുദ്ധനെയും നന്ദനയെയും തനിച്ചാക്കി അവർ പോയി. പെരുമ്പടപ്പ് പുറങ്ങിൽ വീടിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ പിതാവും മാതാവും ഉൾപ്പെടെ 3 പേർ മരിച്ചതോടെയാണ് മക്കൾ തനിച്ചായത്. അപകടത്തിൽ ആകെ 5 പേർക്കാണ് പൊള്ളലേറ്റത്. ഗുരുതരമായി പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ബേൺസ് ഐസിയുവിൽ ചികിത്സയിലായിരുന്ന പുറങ്ങ് പള്ളിപ്പടി തൂക്കുപാലത്തിന് സമീപത്ത് താമസിക്കുന്ന ഏറാട്ട് വീട്ടിൽ സരസ്വതി, മകൻ മണികണ്ഠൻ, ഭാര്യ റീന എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മക്കളായ അനിരുദ്ധൻ, നന്ദന എന്നിവർക്കും പൊള്ളലേറ്റിരുന്നു. ഇവരും ചികിത്സയിലാണ്. സംഭവം നടക്കുമ്പോൾ കുട്ടികൾ സമീപത്തെ മുറിയിലായിരുന്നു. തീപിടിക്കുന്നത് കണ്ട് ഓടിവന്ന കുട്ടികൾക്കും പൊള്ളലേറ്റു. ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല. മരിച്ച 3 പേർക്കും 90% പൊള്ളലേറ്റിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ വീടിന്റെ ഒരു മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യയാണ് നടന്നതെന്നാണ് പ്രാഥമിക വിവരം. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്നാണ് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വിവരം. പെട്രോൾ അടങ്ങിയ കുപ്പിയടക്കം സ്ഥലത്തു നിന്നും കണ്ടെത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിസിടിവി ന്യൂസ്, തൃത്താല. എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതി മരിച്ചു. വെള്ളത്തേരി അമ്പലത്ത് വീട്ടിൽ അബ്ദുൾ സലാമിന്റെ ഭാര്യ 47 വയസ്സുള്ള ഷംസിയയാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. ഭർത്താവിനൊപ്പം സ്കൂട്ടറിന് പുറകിലിരുന്ന് സഞ്ചരിക്കവേ മനപ്പടി സെന്ററിൽ വെച്ച് തിരിക്കുന്നതിനിടയിൽ മറ്റൊരു യുവതി ഓടിച്ചിരുന്ന സ്കൂട്ടർ ഇവരുടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷംസിയ തൃശൂർ അമല ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയും ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ ഗ്രോട്ടോയിലും മനപ്പടി കുരിശുപള്ളിയിലും മോഷണം. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിക്കും 2:45 ഇടയ്ക്കാണ് മോഷണം നടന്നതെന്ന് നിരീക്ഷണ ക്യാമറയിൽ കണ്ടെത്തി. കവർച്ച നടത്തി മോഷ്ടാവ് കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് നടന്നു പോകുന്നതിന്റെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പള്ളിക്ക് മുൻപിലുള്ള മാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് മുന്നിലുള്ള 2 ഭണ്ഡാരങ്ങളും മനപ്പടി സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയിലെ ഒരു ഭണ്ഡാരവുമാണ് കുത്തി തുറന്നിട്ടുള്ളത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെ വെള്ളറക്കാട് വില്ലേജ് ഓഫീസിലും മരത്തംകോട് മേരിമാതാ പള്ളിക്ക് കീഴിലുള്ള സെന്റ് സേവ്യർ കുരിശുപള്ളിയിലും ചൊവ്വന്നൂർ മാവേലി സ്റ്റോറിലും കള്ളുഷാപ്പിലും മോഷണം നടന്നിരുന്നു. എരുമപ്പെട്ടി കുന്നംകുളം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പുരസ്കാരം പകത്ത് നൽകിയപ്പോൾ ഇരട്ടി മധുരമാണുണ്ടായതെന്ന മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീന ആർ ചന്ദ്രൻ. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുകയായിരുന്നു അവർ. അഭിനയത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഉർവശിയുമായി പുരസ്കാരം പങ്കിട്ടതിൽ കൂടുതൽ പ്രശസ്തിയും അംഗീകാരവുമാണ് ലഭിച്ചതെന്നും ബീന ടീച്ചർ കൂട്ടിച്ചേർത്തു. എനിക്ക് മാത്രമായി അവാർഡ് തരുമ്പോ ആരാണ് ഈ ബീന ചന്ദ്രൻ? റിലീസ് ചെയ്യാത്ത തടവ് എന്ന ഫിലിമിലെ അഭിനേത്രി. ഇവര് എവിടെയായിരുന്നു ഇത്ര കാലം? അപ്പൊ അങ്ങനെയൊക്കെ പല സംശയങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട്.
അപ്പൊ എനിക്ക് ഈ ഉർവശി ചേച്ചി വലിയൊരു പ്രൊട്ടക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇരട്ടി മധുരത്തോട് കൂടിയിട്ടാണ് ഞാൻ ആ അവാർഡ് സ്വീകരിക്കുന്നത്. പല അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ആ വിശപ്പകറ്റാൻ വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം കാത്തിരിക്കുന്നു നമ്മുടെ ശോഭയുടെ വീട് മുഴുവൻ. ഞങ്ങൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പി. ചൊവ്വാഴ്ച വൈകിട്ട് ക്ലബ്ബ് അങ്കണത്തിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ക്ലബ്ബ് രക്ഷാധികാരി ഉണ്ണി മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. ബീന ടീച്ചറെ അവാർഡിന് അർഹയാക്കിയ തടവ് എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുബ്രഹ്മണ്യൻ മാസ്റ്ററും സഹനടിയായി വേഷമിട്ട അനിത ടീച്ചറും യോഗത്തിൽ മുഖ്യാതിഥികളായിരുന്നു. പുരസ്കാര ജേതാവിനെ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. പി സുബ്രഹ്മണ്യൻ, അനിത ടീച്ചർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും പൊന്നാടയണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനസമാഹരണത്തിനായി PFA നടത്തുന്ന പുഷ്പകൃഷിയുടെ വിളവെടുപ്പും ഓണക്കോടിയുടെയും ഓണക്കിറ്റിന്റെയും വിതരണവും ബീന ആർ ചന്ദ്രൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബ മാളിയേക്കൽ, കൊട്ടയക്കാവ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് N സാവിത്രി, BJP മണ്ഡലം ട്രഷറർ KC കുഞ്ഞൻ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എക്സിക്യൂട്ടീവ് മെമ്പർ മധു, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് N സാവിത്രി, പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത് സ്വാഗതവും പ്രസിഡന്റ് K ജയൻ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. നിയന്ത്രണം വിട്ട ബൈക്ക് വീട്ടുമതിലിൽ ഇടിച്ച അപകടം 3 പേർക്ക് പരിക്കേറ്റു. പോർക്കുളം കൊങ്ങണൂർ സ്വദേശികളായ 17 വയസ്സുള്ള പ്രതീഷ്, 18 വയസ്സുള്ള ജ്യോതിഷ്, 18 വയസ്സുള്ള പ്രജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 8:40 കൊങ്ങണൂർ CV ശ്രീരാമൻ റോഡിലാണ് അപകടമുണ്ടായത്. പാറയമ്പാടം ഭാഗത്തു നിന്ന് കരിക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെയും ആദ്യം കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പിന്നീട് തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. കേച്ചേരി വേലൂർ കുറാഞ്ചേരി റോഡിൽ ടൈൽ വിരിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ എരനല്ലൂർ കപ്പേളയ്ക്ക് സമീപത്തായാണ് പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. റോഡിൽ സ്ഥിരമായി തകർച്ചയുണ്ടാകുന്ന ഭാഗങ്ങളിലാണ് ടാറിംഗ് ഇളക്കി മാറ്റി ടൈൽ വിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സിറ്റി സെന്റർ ഓഡിറ്റോറിയം പരിസരത്ത് നിന്ന് പന്നിത്തടം ബൈപ്പാസ് ജംഗ്ഷൻ വരെയാണ് പ്രവൃത്തി നടത്തുക. തുടർന്ന് ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ കേച്ചേരി സെന്റർ വരെയും ടൈൽസ് വിരിക്കും. ഇതിന്റെ ഭാഗമായി ടാറിംഗ് ഇളക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. നിർമ്മാണം നടക്കുന്നതിനാൽ കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവൃത്തി അവസാനിക്കും വരെ വാഹനങ്ങൾ എരനല്ലൂർ പള്ളി വഴി തിരിഞ്ഞ് തൃശൂർ കുറ്റിപ്പുറം വഴിയാണ് പോകേണ്ടതെന്ന് പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പട്ടാമ്പി വല്ലപ്പുഴയിൽ നിന്നും 153 കിലോഗ്രാം ചന്ദനവുമായി 2 പേരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. തിരുവനന്തപുരത്തെ ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചന്ദനമരം മുറിച്ച് കടത്തി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ 3 യുവാക്കൾ വനം വകുപ്പിന്റെ പിടിയിലായത്. ഷൊർണൂർ കണയം ചെമ്മകുന്ന് വീട്ടിൽ 26-കാരനായ വിഷ്ണുദാസ്, പുൽക്കുന്നിമഠത്തിൽ 27-കാരനായ അഭിലാഷ്, പുൽക്കുന്നിമഠത്തിൽ 38-കാരനായ രാജേഷ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 8 കിലോ ചന്ദനവും പിടിച്ചെടുത്തു. ചെറുപ്പശ്ശേരി തൂത വിട്ടിക്കാട് ഭാഗത്ത് നിന്ന് മുറിച്ച ചന്ദനം വിഷ്ണുദാസും അഭിലാഷും ചേർന്ന് രാജേഷിന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO ജയപ്രകാശ്, സ്ക്വാഡ് റേഞ്ച് ഓഫീസർ സനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കേസിന്റെ തുടരന്വേഷണത്തിനായി ഒറ്റപ്പാലം റേഞ്ച് ഓഫീസർക്ക് ഇവരെ കൈമാറി. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പഴുന്നാനയിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. ഇവ കൂട്ടമായെത്തി കൃഷി നശിപ്പിക്കുന്നുണ്ടെന്ന് കർഷകർ അറിയിച്ചതിനെ തുടർന്ന് ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടിയുണ്ടായത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷിന്റെ നേതൃത്വത്തിൽ തോക്കിന് ലൈസൻസ് ഉള്ളവരെ കണ്ടെത്തി സ്ഥലത്തെത്തിച്ച് കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തിയിരുന്നു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ അരിയന്നൂരിലെ ARD 99 നമ്പർ റേഷൻ ഷോപ്പിൽ K-സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ K-സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗം PK അസീസ്, കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് ശശികുമാർ, ട്രഷറർ വിനുകുമാർ, വൈസ് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, ചൂണ്ടൽ റേഷൻ ഇൻസ്പെക്ടർ രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് സ്പോർട്സ് വിംഗ് നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ബാസ്കറ്റ്ബോൾ സീനിയർ ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ സെപ്റ്റംബർ 6, 7, 8 തീയതികളിൽ ജവഹർ സ്ക്വയർ ഫ്ലഡ് ലൈറ്റ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. 6-ാം തീയതി വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ എന്നിവർ പങ്കെടുക്കും. കേരളവർമ്മ, സഹൃദയ, നൈപുണ്യ, ക്രൈസ്റ്റ് കോളേജ് തുടങ്ങി 14 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. കുന്നംകുളത്ത് നിന്ന് 2 ക്ലബ്ബുകൾ മത്സരത്തിൽ പങ്കെടുക്കും. ഗേൾസ് വിഭാഗത്തിൽ 4 ബോയ്സ് വിഭാഗത്തിൽ 10 ടീമുകൾ മാറ്റുരയ്ക്കും. ദിവസവും 4 മത്സരങ്ങളും ഉണ്ടാകുമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് സ്പോർട്സ് വിംഗ് പ്രസിഡന്റ് സിൻഡോ ജോയ്, സെക്രട്ടറി ടിജോ ചെറുവത്തൂർ, രക്ഷാധികാരി രാജു ബി ചുങ്കത്ത്, കമ്മിറ്റി അംഗങ്ങളായ ഗിൽബർട്ട് പാറമേൽ, ജെറി ആൽബർട്ട്, ജോബി എന്നിവർ പറഞ്ഞു. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിയമ്പലത്ത് സംഘടിപ്പിച്ച തെക്കത്ത് കൃഷ്ണ രക്തസാക്ഷി ദിനാചരണം DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമ്മേളനത്തിൽ AD ധനീബ് അധ്യക്ഷനായി. TT ശിവദാസ്, CPM നേതാക്കളായ MK ബക്കർ, മാലിക്കുളം അബ്ബാസ്, DYFI ജില്ലാ കമ്മിറ്റി അംഗം KS അനൂപ്, പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, V. താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. രാവിലെ ചെറായി തെക്കത്ത് കൃഷ്ണന്റെ വീടിന് പരിസരത്തെ ബലികുടീരത്തിലും കുത്തേറ്റ് വീണ പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്തും പ്രഭാതപേരിയും പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. 2 നടന്ന അനുസ്മരണ പരിപാടികൾ ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന CPM നേതാവ് C. ധർമ്മൻ, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി, V. അപ്പു എന്നിവർ സംസാരിച്ചു. വയനാടിന് ഒരു കൈത്താങ്ങ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചേലൂർ HMC ചെഗുവേരയുടെ നേതൃത്വത്തിൽ 54,200 രൂപ ജില്ലാ കളക്ടർക്ക് കൈമാറി. സ്ക്രാപ്പ് വിറ്റും മെമ്പർമാരും നാട്ടുകാരും ഒത്തുചേർന്ന് സമാഹരിച്ച തുകയാണ് നൽകിയത്. പ്രസിഡന്റ് രാജൻ പുറശ്ശേരിയിൽ നിന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുക ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് ഷാജു ചേലൂർ, സെക്രട്ടറി രാജൻ കുന്നംകാട്, ജോയിന്റ് സെക്രട്ടറി ബിനോയ് ചേലൂർ, ഖജാൻജി റിജി ചേലൂർ എന്നിവർ നേതൃത്വം നൽകി. സ്നേഹപാഠങ്ങൾ നൽകി തലമുറകൾക്ക് മാർഗദർശികളായ പഴഞ്ഞിയിലെ പ്രധാന അധ്യാപകരായ ദമ്പതികൾ. പഴഞ്ഞി ഗ്രാമത്തിലെ ആദ്യകാല അധ്യാപകരായ ജോബ് സൈമനും ഭാര്യ ഷീല ജോബും അധ്യാപക ദിനത്തിൽ പുതുതലമുറയ്ക്ക് നൽകുന്നത് നന്മയുടെ നല്ല പാഠങ്ങൾ. മൂന്നര പതിറ്റാണ്ടോളം അധ്യാപക ജീവിതത്തിൽ മാതൃകയായി പ്രവർത്തിച്ചവരാണ് ഇരുവരും. നവതിയിലേക്ക് പ്രവേശിച്ച പഴഞ്ഞി കിഴക്കേയങ്ങാടി പുലിക്കോട്ടിൽ ജോബ് സൈമനും 81 വയസ്സിന്റെ നിറവിൽ നിൽക്കുന്ന സഹധർമ്മിണി ഷീല ടീച്ചർക്കും ആദ്യകാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ നിറഞ്ഞ ആഹ്ലാദം. ഇപ്പോഴത്തെ കുട്ടികൾ നല്ല എനർജറ്റിക് ആണ്. എന്ത് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് ഇപ്പം ഉണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് പിള്ളേർ ആ മൊബൈൽ ഉപയോഗം കുറച്ച് കുറയുമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. മറ്റ് ചില പരിപാടികളിലേക്ക്, കായിക കലാ വേദികളിലേക്ക്, മത്സരങ്ങളിലേക്ക് അങ്ങനെ അവരെ വിടുകയാണെങ്കിൽ ഈ മെസ്സേജിൻ്റെ ഉപയോഗം കുറച്ച് കുറയും എന്നൊരു തോന്നലുണ്ട്. അത് പഠിച്ച് വളരട്ടെ, എല്ലാത്തിലും പഠിച്ച് വളരട്ടെ പിള്ളേർ. 1960കളിൽ അധ്യാപക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ജോബ് മാഷ് ആലത്തൂർ സ്കൂളിൽ നിന്നാണ് ജോലിയിലേക്ക് പ്രവേശിച്ചത്. പഴഞ്ഞി, വരവൂർ, മരത്തംകോട്, കുന്നംകുളം ബോയ്സ്, കൊച്ചന്നൂർ സ്കൂളുകളിൽ നീണ്ട സേവനത്തിനു ശേഷം 1990-ൽ കണ്ണൂർ ചെറുകുന്ന് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പ്രധാനാധ്യാപകനായി വിരമിച്ചു. കുട്ടികൾക്ക് പഠിക്കണം അതിന് മുമ്പ് പഠിക്കേണ്ട കളിച്ചുകൾക്ക് തല്ലുകൂടുക രാഷ്ട്രീയത്തിനൊക്കെ മാത്രമായിരുന്നു. ഇപ്പോൾ അതല്ല, എല്ലാവർക്കും ഒരു ജോലി വേണം, ഒരു സമ്പാദ്യം വേണം എന്നാണ്. ടീച്ചർ 1965-ൽ എറണാകുളം നായരമ്പലം സ്കൂളിൽ നിന്ന് അധ്യാപികയായി സേവനം തുടങ്ങി. 1967-ൽ വിവാഹം കഴിഞ്ഞ് പഴഞ്ഞിയിലെത്തി. ചാലക്കുടി, വരവൂർ, കൊടുങ്ങല്ലൂർ, കുന്നംകുളം ഗേൾസ് എന്നീ സ്കൂളുകളിൽ സേവനത്തിനു ശേഷം മലപ്പുറം മക്കരപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിൽ പ്രധാനാധ്യാപികയായി. 1988-ൽ മരത്തങ്കോട് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വിരമിച്ചു.
വിവാഹത്തിനു ശേഷം ഇരുവരും 1967 മുതൽ വരവൂർ ഗവൺമെന്റ് സ്കൂളിൽ നീണ്ട 5 വർഷം ഒരുമിച്ച് ജോലി ചെയ്തു. പഠിപ്പിച്ച എല്ലാ സ്കൂളുകളിലും സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ എളുപ്പമാക്കാൻ ശ്രമിച്ചിരുന്ന അധ്യാപകർ ക്ലാസ് മുറികളിൽ പഠനകാര്യങ്ങൾ കുട്ടികൾക്ക് ലളിതമായി മനസ്സിലാക്കി നൽകുന്നതിൽ അതീവ തൽപരരായിരുന്നു. പ്രായത്തിന്റെ വിഷമതകൾക്കിടയിലും ഒഴിവു സമയങ്ങൾ വായനയിൽ മുഴുകും. വിദ്യാർത്ഥികളെ സ്നേഹത്തോടെ ചേർത്തുപിടിച്ച ഇവർക്ക് പഴഞ്ഞി, കുന്നംകുളം, മരത്തംകോട് പ്രദേശങ്ങളിലായി നിരവധിയായ ശിഷ്യഗണങ്ങളുണ്ട്. ഗീവർ, സാം എന്നിവർ മക്കളാണ്. പുതുതലമുറയിൽ നിന്ന് മാറിപ്പോകുന്ന സ്നേഹം, ബഹുമാനം, വായന എന്നിവയെല്ലാം തിരിച്ചു കൊണ്ടുവരാനാണ് ഈ സൈബർ കാലത്ത് നാം ശ്രദ്ധിക്കേണ്ടതെന്ന് ഇവർ പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കടലിൽ നിമജ്ജനം ചെയ്യുന്നതിനുള്ള പ്രധാന ഗണേശ വിഗ്രഹത്തിന് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. വൈകിട്ട് മഞ്ജുളാൽ പരിസരത്തെത്തിച്ച വിഗ്രഹത്തെ വാദ്യമേളങ്ങളുടെയും താലപ്പൊലികളുടെയും അകമ്പടിയിൽ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. തുടർന്ന് ഘോഷയാത്രയായെത്തി കിഴക്കേ നടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം സ്ഥാപിച്ചു. ക്ഷേത്രം ഓദിക്കൻ മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം, ഭജന, ദീപാരാധന എന്നിവ നടത്തി. 3 ദിവസം പൂജ നടത്തി വിഗ്രഹം നിമജ്ജന യോഗ്യമാക്കി തീർക്കും. ശനിയാഴ്ചയാണ് വിനായക ചതുർത്ഥി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ 300ഓളം ഗണേശ വിഗ്രഹങ്ങൾ ഗുരുവായൂരിലെത്തി. ഉച്ചയ്ക്ക് 1:30 ഘോഷയാത്രയായി മുതുവട്ടൂർ വഴി ചാവക്കാട് ദ്വാരക കടപ്പുറത്തെത്തിച്ച് കടലിൽ നിമജ്ജനം ചെയ്യും. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് കീഴിൽ വാർഡ് 9 ഉണർവ് കുടുംബശ്രീയിലെ അംഗങ്ങൾ ചേർന്ന് പൂഗ്രാമം JLG കൃഷി ചെയ്ത പൂക്കൃഷിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ നിർവഹിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് മെമ്പർ KK മണി മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ ജോളി തോമസ്, CDS മെമ്പർ ഷീല ജയൻ, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ജാസ്മിൻ ജോൺ, അഗ്രികൾച്ചർ CRP ഹിമ, കുടുംബശ്രീ അക്കൗണ്ടന്റ് സുനിത അജി എന്നിവർ പങ്കെടുത്തു. കിടപ്പു രോഗികളുടെ ഓണത്തിന് സഹായമാകുവാൻ കൂട്ട് ഉപ്പേരി ചലഞ്ചുമായി പഴഞ്ഞി VHS സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിലെ ഒഴിവു സമയങ്ങളിലും അവധി ദിവസങ്ങളിലും സമയം കണ്ടെത്തി ഉപ്പേരി വറവുകൾ തയ്യാറാക്കി വിതരണം ചെയ്താണ് സേവന പ്രവർത്തനത്തിനായി തുക സമാഹരിക്കുന്നത്. സ്വാതന്ത്ര്യദിനം മുതൽ സ്കൂൾ ഓണാഘോഷം വരെ ആസൂത്രണം ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളോടൊപ്പം കൈകോർക്കുന്നുണ്ട്. പ്രകാശ് ചിപ്സിന്റെ സഹായത്തോടെ തയ്യാറാക്കുന്ന വറവുകൾ ഗുണമേന്മയും ശുചിത്വവും ഉറപ്പുവരുത്തി ഓണവിപണിയിൽ എത്തിക്കുവാൻ മുൻനിരയിൽ പ്രവർത്തിക്കുന്നത് VHSC വിഭാഗം റിട്ടെയിൽ സെയിൽസ് അസോസിയേറ്റ് വിദ്യാർത്ഥികളാണ്. ആദ്യ വിൽപ്പന പ്രിൻസിപ്പൽ ജനീർലാൽ PTA പ്രസിഡന്റ് അലി കോട്ടോലിന് കൈമാറി നിർവഹിച്ചു. വിദ്യാർത്ഥികളായ ഇർഫാൻ, മുഹമ്മദ് ഫാദിൽ, ബാഷ്പ, ക്രിസ്റ്റീന, അപർണ, നിവേദ്യ എന്നിവർ നേതൃത്വം നൽകി. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പ് നിർവഹിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബിൽ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഖാലിദ് പനങ്ങാവിൽ, ശ്രീധരൻ മാക്കാലിക്കൽ, രുക്മ്യ സുധീർ, റഷീദ്, പ്രധാന അധ്യാപകൻ ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി ബാബു 100ാം വാർഷികത്തിന്റെ നിറനൂറ് 2025 എന്ന പേര് അനാച്ഛാദനം ചെയ്തു. ശതാബ്ദിയോടനുബന്ധിച്ച് സ്കൂൾ നിർമ്മിക്കുന്ന ഓർമ്മപ്പൂക്കൾ എന്ന ഡോക്യുമെന്ററിയുടെ ടൈറ്റിൽ പ്രകാശനം വാർഡ് മെമ്പർ പ്രീതി ബാബു നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും CCTV പുന്നേർകുളം റിപ്പോർട്ടറുമായ സുജിത് ഹുസൈനാണ് ഡോക്യുമെന്ററിയുടെ സംവിധാനവും എഡിറ്റിംഗും നിർവഹിക്കുന്നത്. 75 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി സെന്റ് ജോർജ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനായി വിരമിച്ച ജോൺ മാസ്റ്ററെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ശതാബ്ദി ആഘോഷ സ്വാഗത സംഘം രക്ഷാധികാരിയുമായ റഹീം വീട്ടിപ്പറമ്പിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മണികണ്ഠൻ പെരുമ്പടപ്പിന്റെ ഗാനാവതരണവും ഉണ്ടായി. CCTV ന്യൂസ്, പുന്നേർകുളം. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിലെ വ്യക്തിഗത കുടുംബ ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി നരേന്ദ്രനാഥ്, വിവിധ വാർഡുകളിലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
നമ്മൾ ചാവക്കാട്ടുകാർ ഒരു ആഗോള സൗഹൃദ കൂട്ടായ്മ ഒമാൻ ചാപ്റ്റർ നടത്തി വന്നിരുന്ന കുടിവെള്ളം, ശീതളപാനീയം, ലഘുഭക്ഷണം എന്നിവയുടെ വിതരണ പദ്ധതി സമാപിച്ചു. സമാപന ചടങ്ങിൽ കൂട്ടായ്മ മുൻ ഗ്ലോബൽ കൺവീനറും നിലവിലെ ചാവക്കാട് ചാപ്റ്റർ സെക്രട്ടറിയുമായ VCK ഷാഹുൽ ഹമീദ് മുഖ്യാതിഥിയായി. ഭക്ഷ്യവസ്തുക്കൾ വിതരണത്തിന് നേതൃത്വം നൽകിയ സജീവനെ അഭിനന്ദിച്ചു. ഒമാൻ ചാപ്റ്റർ പ്രസിഡന്റ് മനോജ് നരിയമ്പള്ളി, സെക്രട്ടറി ആഷിഖ്, ട്രഷറർ മുഹമ്മദ് യാസീൻ, ഗ്ലോബൽ കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ, വെൽഫെയർ കോർഡിനേറ്റർ അബ്ദുൾ അസീസ്, മറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി. പുഷ്പകൃഷിയിലും വിജയം നേടി ദിലീപ് കുമാർ. ഓണത്തിന് വരുത്തൻ പൂക്കളെ ആശ്രയിച്ചിരുന്ന മേഖലയിൽ ഈ വർഷം പൂക്കളുടെ സമൃദ്ധി തന്നെ ഒരുക്കിയിരിക്കുകയാണ് നിരവധി കാർഷിക അവാർഡുകൾ നേടിയ തണ്ടിലം സ്വദേശി ദിലീപ് കുമാർ. വരവു പൂക്കളേക്കാൾ പുതുമയോടെയും കുറഞ്ഞ വിലയ്ക്കും നാട്ടിൻപുറത്തെ പൂക്കൾ ലഭ്യമാക്കണമെന്നത് ദിലീപ് കുമാറിന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. അതിനായി മറ്റ് കൃഷികൾക്കിടയിലും സമയം കണ്ടെത്തി ഓണത്തിന് തന്നെ പൂക്കൾ വിളവെടുക്കാൻ പാകമാക്കുകയായിരുന്നു. കൃഷിത്തോട്ടങ്ങൾക്ക് വെല്ലുവിളിയായി കനത്ത മഴയും വെള്ളക്കെട്ടും വന്നപ്പോൾ ഇവ മുൻകൂട്ടി കണ്ടുകൊണ്ടുതന്നെ നീർവാർച്ചയ്ക്കായി തട്ടുതിരിച്ചാണ് ചെടികൾ നട്ടത്. 10 ഏക്കറിലെ കൃഷിയിടത്തിൽ 40 സെന്റ് മുഴുവനും ചെണ്ടുമല്ലി മാത്രമാണുള്ളത്. ജൂണിൽ ആരംഭിച്ച കൃഷിക്കിടവിളയായി ചാണകപ്പൊടിയും പച്ചിലവളവും മാത്രമാണ് ഉപയോഗിച്ചത്. കൃത്യമായ പരിചരണമാണ് 5000-ഓളം ചെടികളുള്ള ഈ തോട്ടത്തിലെ വിജയമെന്ന് ദിലീപ് പറയുന്നു. കിരാലൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള ഈ തോട്ടം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. കാലം തെറ്റുന്ന മഴയുടെ പശ്ചാത്തലത്തിലും ഈ വർഷത്തെ ഓണം വർണ്ണാഭമാക്കാൻ പൂക്കളുടെ സമൃദ്ധി ഒരുക്കാനായതിൽ ആഹ്ലാദത്തിലാണ് കർഷക കുടുംബം. നിരവധി കാർഷിക അവാർഡുകൾ നേടിയ ദിലീപിന്റെ എല്ലാ കൃഷി പരിപാലനത്തിനും പിന്തുണയുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഭാര്യ ഷെർലിയും മകൻ അസ്വത്തും കൂടെയുണ്ട്. CCTV ന്യൂസ് വേലൂർ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോക പ്രവർത്തനങ്ങളുടെ സിരാകേന്ദ്രമാണെന്ന് ആരോപിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ഗുരുവായൂർ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ നഗരം ചുറ്റി കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്, DCC ജനറൽ സെക്രട്ടറിമാരായ CI ഇട്ടി മാത്യു, KC ബാബു, ബിജോയ് ബാബു, കോൺഗ്രസ് നേതാക്കളായ K ജയശങ്കർ, നെൽസൺ ഐപ്പ്, വാസു കോട്ടൂൽ, ബിജു C ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി. 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചാലിശ്ശേരി പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി AS സജീഷസ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. 3 വർഷത്തെ സർവീസിനു ശേഷം സ്ഥലം മാറിപ്പോകുന്ന പഞ്ചായത്ത് സെക്രട്ടറി VA ഗീതയ്ക്ക് യാത്രയപ്പും നൽകി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആന്റി വിനു, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവശ്ശേരി, സെക്രട്ടറി VA ഗീത, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 4-ാം തീയതി മുതൽ തുടങ്ങുന്ന വാർഡ് തല ഗ്രാമസഭകൾ 10-ാം തീയതി അവസാനിക്കും. വാർഡ് മെമ്പർമാർ മുഖേന ലഭിച്ചിട്ടുള്ള വ്യക്തിഗത ഗ്രൂപ്പ് ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോറങ്ങൾ പൂരിപ്പിച്ച് അതത് വാർഡ് മെമ്പർമാരുടെ പക്കലോ പഞ്ചായത്ത് ഓഫീസിലോ ഗ്രാമസഭകളിലോ തിരിച്ചേൽപ്പിക്കാവുന്നതാണെന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പദ്ധതി വിശദീകരണത്തിൽ പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യവുമായി വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സുലൈഖ അസീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MH റഫീഖ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ സ്വാഗതവും പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ നന്ദിയും പറഞ്ഞു. മണ്ഡലം കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി KB സുരേഷ്, എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CM അബ്ദുൾ അസീസ്, PA ബദ്രുദ്ദീൻ, ഷമീറ നാസർ, മുജീബ് പട്ടേൽ, ആദിൽ ഷിനാദ്, മൊയ്തീൻ ബാവ, ആസിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം സെന്റ് പോൾ CSI ചർച്ച് ഇടവക കൺവെൻഷൻ വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും. മിഷൻസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കൺവെൻഷനിൽ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് യൂത്ത് മീറ്റ് നടക്കും. വചന ശുശ്രൂഷയ്ക്ക് KP പോൾ, കോശി ജോൺസൺ എന്നിവരും ഗാന ശുശ്രൂഷയ്ക്ക് മിഷൻസ് ഇന്ത്യ മ്യൂസിക് ടീമും നേതൃത്വം നൽകും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ കാലം ചെയ്ത 13ാം മെത്രാപ്പോലീത്ത ജോസഫ് മാർ കുറിലോസിന്റെ 10ാം ഓർമ്മ പെരുന്നാൾ സെപ്റ്റംബർ 6, 7 തീയതികളിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ദേവാലയത്തിൽ നടക്കും.
സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരവും തുടർന്ന് കബറിങ്കൽ ധൂപപ്രാർത്ഥനയും കൈമുത്തും ഉണ്ടാകും. ശനിയാഴ്ച രാവിലെ 7:15 വിശുദ്ധ കുർബാനയും തുടർന്ന് കബറിങ്കൽ ധൂപപ്രാർത്ഥനയും ആശീർവാദവും കൈമുത്തും നേർച്ചയും നടക്കും. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ചാവക്കാട് മേഖലാ കൺവെൻഷൻ CITU ജില്ലാ കമ്മിറ്റി അംഗം AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന കൺവെൻഷനിൽ CITU കോർഡിനേഷൻ കൺവീനർ KC സുനിൽ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി EV ഇല്യാസ്, CPM ലോക്കൽ സെക്രട്ടറി PS അശോകൻ, ഫെഡറേഷൻ ജില്ലാ ഭാരവാഹികളായ K മണികണ്ഠൻ, അജിത് ഗുരുവായൂർ, സൗമ്യ വിരേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രേമൻ, അനിത ബാബു, സരള സോമൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ നിസാർ, മൊയ്തീൻ ഷാ, നാരായണൻ എന്നിവർ പങ്കെടുത്തു. മേഖലാ ഭാരവാഹികളായി പ്രസിഡന്റ് PS അശോകൻ, സെക്രട്ടറി MV ഇല്യാസ്, ട്രഷറർ അസീസ് വലിയകത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. സ്ത്രീധനത്തിനെതിരെയുള്ള സന്ദേശവുമായി മാരീഡ് ലൈഫ് എന്ന ഷോർട്ട് ഫിലിം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. മണിയൻ മീഡിയയുടെ ബാനറിൽ ടിജു മുണ്ടകപ്പള്ളി നിർമ്മിച്ച് വെടിക്കെട്ട് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ പുനേർകുളം സ്വദേശി വിബീഷ് ഗോപിയും സുഹൃത്ത് സുബീഷ് സദാനന്ദനും ചേർന്ന തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രമാണ് മാരീഡ് ലൈഫ്. യൂട്യൂബിൽ പുറത്തിറങ്ങിയ ചിത്രം മികച്ച അഭിപ്രായങ്ങളോടെ മുന്നേറുകയാണ്. ഷെട്ടിമണി ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ഹ്രസ്വചിത്രത്തിൽ ഹുസൈൻ കേച്ചേരി, ശാലിനി കോട്ടയ്ക്കൽ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചതിക്കുഴികൾ നിറഞ്ഞ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് നേരെ വർദ്ധിച്ചുവരുന്ന ശാരീരികവും മാനസികവുമായ ചൂഷണങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഷോർട്ട് ഫിലിം വളർന്നുവരുന്ന യുവതലമുറയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. പിന്നെ മാരേജിന് എനിക്ക് 6 മാസം ടൈം വേണം. അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്ത് കാര്യം? അതൊന്നും പറ്റില്ല. സ്റ്റെല്ല, എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഓക്കെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, നാളെ കാണാം ഡിയർ. ഓക്കെടാ. ഓക്കെ. നാടിന്റെ കരുതലും പ്രാർത്ഥനകളും വിപുലം. മകൻ പകുത്തു നൽകിയ കരൽ കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന സുരൻ പക്ഷേ വിധിക്ക് കീഴടങ്ങിയപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്നിച്ചു നിന്ന നാടിനത തീരാ നൊമ്പരമായി മാറി. പൊതുപ്രവർത്തകനും പുന്നയൂർക്കുളം പഞ്ചായത്ത് ശ്മശാനം താൽക്കാലിക ജീവനക്കാരനുമായ തങ്ങൾപടി കളത്തിങ്ങൽ 42 വയസ്സുള്ള സുരനാണ് മരിച്ചത്. 1 വർഷം മുമ്പാണ് കരൾ സംബന്ധമായ അസുഖം സ്ഥിരീകരിച്ച ഡോക്ടർമാർ കരൾ മാറ്റിവെക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ചികിത്സാ ചിലവ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാട് മുഴുവൻ കൈകോർത്താണ് ശസ്ത്രക്രിയയ്ക്കും തുടർന്നുള്ള ചികിത്സയ്ക്കും 25 ലക്ഷം രൂപയോളം കണ്ടെത്താൻ സഹായിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ചെയർപേഴ്സണായും MK ബക്കർ കൺവീനറായും വാർഡ് മെമ്പർ ക്യാച്ച് ആബിദ് ട്രഷററായും AD ധനീബ് കോർഡിനേറ്ററായും ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിക്കുകയും തുക സമാഹരിക്കുകയും ചെയ്തിരുന്നു. വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെയാണ് സജീവമായി ഫണ്ട് സമാഹരണം നടത്തിയത്. കഴിഞ്ഞ 12-നായിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയത്. 18-കാരനായ മകൻ റൈഷാൽ കൃഷ്ണയാണ് തന്റെ കരൾ പകുത്തു നൽകിയത്. വിജയകരമായി നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 20-ന് മുറിയിലേക്ക് മാറ്റുകയും വീഡിയോ കോളിൽ ഭാര്യയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. പിന്നീടുണ്ടായ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ 28-ന് വീണ്ടും സുരനെ ICUയിലേക്ക് മാറ്റി. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് 2 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു. ചൊവ്വാഴ്ച രാത്രി മരണത്തിന് കീഴടങ്ങി. പരേതനായ കുഞ്ഞുമോന്റെയും മണിയുടെയും മകനാണ് സുരൻ. നിരവധി ഭൗതിക ശരീരങ്ങൾക്ക് അന്ത്യക്രിയകൾ ചെയ്തിരുന്ന കരൂർ നേത്രാലയത്തിൽ തന്നെ സുരനും നിത്യനിദ്രയിലായി. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംസ്കാരം. ആശാവർക്കറായ ഹേമലതയാണ് ഭാര്യ. അഷ്ന, ദയാൽ കൃഷ്ണ, ദർശിൽ കൃഷ്ണ എന്നിവർ മക്കളാണ്. CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു പരേതൻ. നാനാഭാഗത്തു നിന്ന് നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. CCTV ന്യൂസ് പുന്നയൂർക്കുളം.
വടക്കേക്കാട് ഞെമ്മനേങ്ങാട് മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമംഗല്യ പ്രശ്നപരിഹാര കർമ്മങ്ങളും ഭാഗവത പാരായണവും നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ മന നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭാഗവത പാരായണം ശനിയാഴ്ച സമാപിക്കും. രാവിലെ ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാടിന് പ്രായശ്ചിത്തവും വെച്ച് നമസ്കാരവും നടത്തി. തുടർന്ന് വൈകിട്ട് നടന്ന പരിഹാര കർമ്മങ്ങൾക്ക് ആചാര്യൻ കാരക്കാട് ബ്രഹ്മദത്തൻ നമ്പൂതിരി നേതൃത്വം നൽകി. വെള്ളിയാഴ്ച രാവിലെ വരെ നടക്കുന്ന ഋഗ്വേദ മുറജപത്തിന് മഠത്തിൽ മുണ്ടയൂർ മന ദിവാകരൻ നമ്പൂതിരി, യജുർവേദ മുറജപത്തിന് അണിമംഗലം വാസുദേവൻ നമ്പൂതിരി തുടങ്ങിയവർ ആചാര്യന്മാരാകും. വിവിധ ദിവസങ്ങളിൽ തിലഹോമം, ദ്വാദശനാമം, കാൽ കഴുകിച്ചൂട്ട്, വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം, മഹാമൃത്യുഞ്ജയ ഹോമം, സായൂജ്യ പൂജ, ഭഗവത് സേവ തുടങ്ങിയവയുണ്ടാകും. ചടങ്ങുകൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകർ നേതൃത്വം നൽകും. അക്കിക്കാവ് കപ്പൂർ ശ്രീലക്ഷ്മി ബാലനരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. രാവിലെ മേൽശാന്തി പെരുമ്പുള്ളി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടെ നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പൂജിച്ച നെൽക്കതിർ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി നേതൃത്വം നൽകി. 8-ാം തീയതി ഞായറാഴ്ച രാവിലെ 8:30 നിറ പുത്തരി ആഘോഷിക്കും. പുത്തരി പായസ നിവേദ്യവും ഉണ്ടാകും. തിച്ചൂർ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദ്രവ്യകലശത്തിനോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ഹോമങ്ങളും നടന്നു. രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, മുറജപം, ധാര, വിശേഷാൽ വേദജപം, തിലഹോമം, സുകൃതഹോമം, ഉച്ചപൂജ എന്നിവയും വൈകിട്ട് മുളപൂജ, ഭഗവത് സേവ, ലളിത സഹസ്രനാമം, സ്ഥലശുദ്ധി, അത്താഴപൂജ എന്നിവയും നടന്നു. സെപ്റ്റംബർ 8-ന് സഹസ്രകലശവും ബ്രഹ്മകലശവും നടക്കും. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ പുന്നയൂർ പഞ്ചായത്ത് 5-ാം വാർഡിൽ നടത്തിയ ചെണ്ടുമല്ലി പച്ചക്കറി കൃഷികളുടെ വിളവെടുപ്പ് നടന്നു. പൂക്കളം നിറയെ പൂവൊരുക്കും എന്ന പദ്ധതിയുടെ ഭാഗമായും സുഭിക്ഷം പദ്ധതിയുടെ ഭാഗമായും പുന്നയൂർ പഞ്ചായത്തിന്റെ 20 വാർഡുകളിലും ചെണ്ടുമല്ലി തൈകൾ നട്ടിരുന്നു. പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി പച്ചക്കറി പൂക്കൃഷി സ്വയം പര്യാപ്തതാ പദ്ധതിയായ സുഭിക്ഷയുടെ ഭാഗമായാണ് കൃഷി ചെയ്തത്. ഒരു വാർഡിൽ ചുരുങ്ങിയത് 10 സെന്റ് സ്ഥലത്തെങ്കിലും കൃഷിയിറക്കി 20 വാർഡുകളിലും കൃഷി ചെയ്യുക എന്നതാണ് ലക്ഷ്യം വെച്ചത്. ഇതിന്റെ ഭാഗമായി 5-ാം വാർഡിൽ മെമ്പർ സുഹറ ബക്കറിന്റെ നേതൃത്വത്തിൽ 5 യൂണിറ്റുകളായാണ് കൃഷി ചെയ്തിരുന്നത്. ഇതിൽ മുക്കുറ്റി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആട്ടുരയിൽ ഖാദറിന്റെ തരിശായ സ്ഥലത്ത് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. കൃഷിഭവൻ നൽകിയ 100ഓളം തൈകളും യൂണിറ്റ് 5 രൂപ കൊടുത്തു വാങ്ങിയ 100 തൈകളുമടക്കം 200 തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ഇവ കൂടാതെ പച്ചക്കറികളായ തക്കാളി, വെണ്ട, വെള്ളരി, പച്ചമുളക് എന്നിവയും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. കീർത്തന കുടുംബശ്രീയുടെ 6 പേരും തൊഴിലുറപ്പ് തൊഴിലാളികളായ 4 പേരും ചേർന്നാണ് കൃഷി നടത്തിയത്. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിൽ കൃഷിക്കൂട്ടം കുടുംബശ്രീയും കൂടി 5 ഗ്രൂപ്പുകളിലായി കൃഷി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്ന് വിളവെടുപ്പ് നടത്തുന്നത്. ഒരു ഗ്രൂപ്പിന്റെ മുക്കുറ്റി ഗ്രൂപ്പ് അതിന്റെ വിളവെടുപ്പാണ് ഇന്ന് നടത്തുന്നത്. വാർഡ് മെമ്പറും പുന്നയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ സുഹറ ബക്കർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി നിർമ്മല സുരേഷ്, പ്രസിഡന്റ് സജിത ഗോപാലകൃഷ്ണൻ എന്നിവരും തൊഴിലാളികളും പ്രദേശവാസികളും ഒപ്പമുണ്ടായിരുന്നു. വിളവെടുത്ത പൂക്കൾ കിട്ടിയ ഓർഡർ അനുസരിച്ച് വിൽപ്പന നടത്തുമെന്ന് ഇവർ അറിയിച്ചു. CCTV ന്യൂസ് പുന്നയൂർകുളം. അഞ്ഞൂർ സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമായി. 8 നോമ്പിന്റെ 3-ാം ദിനത്തിൽ അഞ്ഞൂർ സെന്റ് സേവിയേഴ്സ് കത്തോലിക്ക പള്ളി വികാരി ഫാദർ ഷോൺസൺ ആക്കാമറ്റത്തിൽ ദിവ്യബലി അർപ്പിച്ച് വചന സന്ദേശം നൽകി. മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും അദ്ദേഹം നേതൃത്വം നൽകി. 8 നോമ്പ് നാളുകളിൽ എല്ലാ ദിവസവും 5:15 മുതൽ ജപമാല, ദിവ്യബലി, മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയുണ്ടാകും. ഇടവക വികാരി ഫാദർ ജോസഫ് താഴ്ത്തേൽ, ട്രസ്റ്റി പോൾ വി ജോർജ് എന്നിവർ നേതൃത്വം നൽകും. സെപ്റ്റംബർ 8-നാണ് 8 നോമ്പ് സമാപിക്കുന്നത്. വഴിയോരത്ത് യാത്രികർക്ക് ഭീഷണിയായിരുന്ന മരങ്ങളിലെ ഉണങ്ങിയ കൊമ്പുകൾ മുറിച്ചു നീക്കി. തൃശൂർ കുറ്റിപ്പുറം പാതയിൽ ചൂണ്ടൽ മേഖലയിലാണ് വഴിയോരത്തുള്ള മരങ്ങളിലെ ഉണങ്ങിയ കൊമ്പുകൾ നീക്കം ചെയ്തത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ ഏത് സമയവും നിലം പതിക്കാവുന്ന നിലയിലാണ് ഉണങ്ങിയ മരക്കൊമ്പുകൾ നിരന്നത്. മഴയ്ക്കൊപ്പം എത്തിയിരുന്ന ശക്തമായ കാറ്റിൽ ഉണങ്ങിയ കൊമ്പുകൾ പൊട്ടിവീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ ഉണങ്ങി നിൽക്കുന്ന മരക്കൊമ്പുകൾ മുറിച്ചു നീക്കാൻ രംഗത്തെത്തിയത്. കളക്ടറേറ്റിൽ നൽകിയ അപേക്ഷയെ തുടർന്ന് അനുമതി ലഭിച്ചതോടെ കൊമ്പുകൾ മുറിച്ചു നീക്കുകയായിരുന്നു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ബിനുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി വാഹനഗതാഗതം നിയന്ത്രിച്ചാണ് മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ സ്ഥലത്തെത്തിയിരുന്നു.
വേലൂർ പഞ്ചായത്ത് 11-ാം വാർഡിൽ കനാൽ റോഡിന്റെ അരികിൽ പൊതുജനത്തിന് യാത്രാ ദുരിതം സമ്മാനിച്ച് കാട് പിടിച്ചു നിന്നിരുന്ന പൊന്തക്കാടുകൾ ബിജെപിയുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റി. ബിജെപി 164-ാം ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് ചെറുപറമ്പിൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, ബിനീഷ്, അനിൽ മുളയ്ക്കൽ, മുരളി, രാഹുൽ എന്നിവർ നേതൃത്വം നൽകി. കേച്ചേരി പട്ടിക്കര അക്സ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരു മാസം നീണ്ടുനിൽക്കുന്ന മിലാദ് ക്യാമ്പയിൻ ഹുബുൽ ഹബീബ് മിലാദ് സമ്മിറ്റിന് തുടക്കമായി. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് മിലാദ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പട്ടിക്കര അക്സ അക്കാദമിയിൽ നിന്ന് ആരംഭിച്ച നബിദിന വിളംബര ഘോഷയാത്ര കേച്ചേരി പരിസരത്തെ 7 മഹല്ലുകളിലൂടെ പ്രയാണം നടത്തി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം വൈകിട്ട് 6:30 പട്ടിക്കര LP സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. തുടർന്ന് പൊതുയോഗവും ഉണ്ടായി. കുന്നംകുളത്ത് നടന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ ഒളിമ്പിക്സിൽ എരുമപ്പെട്ടി സ്വദേശി സാൻഡ്ര ഐറിന് ഇരട്ട സ്വർണം. റെസ്ലിംഗിൽ സബ് ജൂനിയർ 42 കിലോഗ്രാം വിഭാഗത്തിലും ജൂഡോ 40 കിലോഗ്രാം വിഭാഗത്തിലുമാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാ അമേച്ചർ മത്സരങ്ങളിലും സ്വർണം നേടിയിരുന്നു. എരുമപ്പെട്ടി കുറ്റിക്കാട്ടിൽ റിനോൾഡ് തോമസ്, ആതിര ദമ്പതികളുടെ മകളാണ് സാൻഡ്ര ഐർ. കുന്നംകുളത്ത് സമാപിച്ച സഹോദയ സ്കൂൾ കോംപ്ലക്സ് അത്ലറ്റിക് മീറ്റ് അണ്ടർ 14 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 400-800 മീറ്ററുകളിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ മെൻഹ കബീർ ഇരട്ട സ്വർണം നേടി. അൻസാറിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മെൻഹ വടക്കേക്കാട് 4 കല്ല് പൊന്നംചാത്തയിൽ കബീർ സീനത്ത് ദമ്പതികളുടെ മകളാണ്. വിപണി. ബ്യൂട്ടി പാർലർ രംഗത്ത് ഏറെ നാളത്തെ പരിചയ സമ്പത്തുള്ള റോസ് ബ്യൂട്ടി പാർലറിന്റെ പുതിയ സംരംഭം റോസ് ഫാമിലി സലൂൺ കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച റോസ് ഫാമിലി സലൂണിന്റെ ഉദ്ഘാടനം ബിനു സജി നാടുമുറിച്ച് നിർവഹിച്ചു. എലിസബത്ത് ചാക്കോ ഭദ്രദീപം തെളിയിച്ചു. സ്ഥാപനയുടമ വിജിത അനിൽകുമാർ, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി എല്ലാ ആധുനിക സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള കുന്നംകുളത്തെ ആദ്യത്തെ ഫാമിലി സലൂണാണ് റോസ് ഫാമിലി സലൂൺ. വിവിധ ഹെയർ ഡിസൈനുകൾ, ഫേഷ്യലുകൾ, നെയിൽ ആർട്ട്, അരിമ്പാറ കരിക്കൽ, ഗോൾഡ് ഫേഷ്യൽ, ബ്ലീച്ചിംഗ് ഉൾപ്പെടെ എല്ലാ ബ്യൂട്ടി സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസം എല്ലാ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കും 50% ഡിസ്കൗണ്ടും ലഭ്യമാകും. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ദയ കേരള മെഡിക്കൽസിന്റെ എതിർവശത്ത് ഡേവിഡ്സൺ ആർക്കേഡിലാണ് റോസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്ഥാപനത്തിൽ കോംബോ ഓഫറുകളും ലഭ്യമാണ്. ചമന്നൂർ മഹല്ല ജുമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുണ്യ റസൂൽ മുഹമ്മദ് നബിയുടെ ജന്മദിനം നടത്തുന്നതിനു വേണ്ടി സ്വാഗത സംഘം രൂപീകരിച്ചു. പൊന്നമ്പത്തയിൽ അഷ്റഫ് കൺവീനറായും നരിയമ്പുള്ളി സെബി ജോയിന്റ് കൺവീനർ, പാവൂരയിൽ അബ്ദുൾ റസാഖ് ട്രഷററായുമാണ് കമ്മിറ്റി രൂപീകരിച്ചത്. മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൾ ഗഫൂർ അധ്യക്ഷനായ ചടങ്ങ് മഹല്ല് ഖത്തീബ് അലി ദാരിമി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ജനറൽ സെക്രട്ടറി വലിയ വളപ്പിൽ ഷെഫീഖ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ IP അബ്ദുൾ റസാഖ്, ജോയിന്റ് സെക്രട്ടറി തറയിൽ അലി, ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞു മുഹമ്മദ്, മുൻ ഭാരവാഹികളായ അറക്കൽ ഷംസുദ്ദീൻ, തലികശ്ശേരി ഹസൻ, ചേമ്പാലക്കാട്ടിൽ മുഹമ്മദ് ഉണ്ണി, കമ്മിറ്റി മെമ്പർമാർ, മഹല്ല് നിവാസികൾ, ഉസ്താദുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ പാലുവായി നിയോ വിസ്ഡം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഗ്രാജുവേഷൻ സെറിമണി നടന്നു. റിട്ടയർഡ് പ്രധാന അധ്യാപകൻ VS സെബി ഉദ്ഘാടനം ചെയ്തു. നിയോ വിസ്ഡം പ്രിൻസിപ്പൽ KM മെഹറൂഫ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ റീന രാജീവ്, കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് റോഷൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ ഉദ്ഘാടനവും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. എംപവറിംഗ് ബിസിനസ് ലീഡേഴ്സ് ഫോർ എ ബ്രാൻഡ് അപ്ഗ്രേഡേഷൻ എന്ന വിഷയത്തിൽ സ്മാർട്ട് മൂവ് സൗജന്യ പരിശീലനം 11-ാം തീയതി തൃശൂർ ലുലു ഹയാത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
രാവിലെ 10 മണി മുതൽ 12 മണി വരെ ബിസിനസ് ലീഡേഴ്സിന്റെ എംപവർമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ലക്ഷ്യമാക്കി വിദഗ്ധ പരിശീലനം നൽകും. തൃശൂരിലെ പ്രമുഖ ബിസിനസ് ലീഡേഴ്സിനെ ഉൾപ്പെടുത്തിയാണ് പരിശീലനം നടത്തുന്നതെന്ന് സിഇഒ ലാൽപൂളി, ചീഫ് അക്കൌണ്ടന്റ് ഐറിൻ ജോസഫ്, ഓപ്പറേഷൻ മാനേജർ മെറിൻ മോൻസി, ചീഫ് ട്രെയിനർ MRK മേനോൻ തുടങ്ങിയവർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചരമം ഗുരുവായൂർ അരികന്നിയൂർ മുനിമടയ്ക്ക് സമീപം ചാത്തേങ്കാട്ടിൽ വീട്ടിൽ മുരളീധരൻ നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. അംബികയാണ് ഭാര്യ. ധന്യ, ബിന്യ എന്നിവർ മക്കളാണ്. കുന്നംകുളം പുത്തൻപേട്ട അങ്ങാടിയിൽ ചെറുവത്തൂർ വീട്ടിൽ പരേതനായ CT ചിന്നൻ ഭാര്യ ലില്ലി നിര്യാതയായി. 83 വയസ്സായിരുന്നു. കുന്നംകുളം ഗേൾസ് ഹൈസ്കൂൾ റിട്ടയേർഡ് അധ്യാപികയായിരുന്നു പരേത. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആർത്താറ്റ് സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടക്കും. ഷേർലി മകളാണ്. ആർത്താറ്റ് ചെമ്മണ്ണൂർ റോഡിൽ താമസിക്കുന്ന പരേതനായ കാരക്കാട്ട് ചന്ദ്രൻ നായർ ഭാര്യ കൊച്ചത്ത് ശ്യാമളാദേവി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. വിദ്യാസാഗർ, സേതുലക്ഷ്മി, മാലിനി, ശിവകുമാർ എന്നിവർ മക്കളാണ്. കോയമ്പത്തൂരിൽ താമസിക്കുന്ന പഴഞ്ഞി പനയ്ക്കൽ സെഫി P മാത്യൂസ് നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 കോയമ്പത്തൂർ മാർത്തോമ സിറിയൻ പള്ളി സെമിത്തേരിയിൽ നടക്കും. പഴഞ്ഞി കൊള്ളന്നൂർ മൂലേപ്പാട്ട് കുടുംബാംഗം ഷേർലിയാണ് ഭാര്യ. ടെറിൻ മകനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടുനടുങ്ങിയ ദുരന്തം. മാറഞ്ചേരി കാഞ്ഞിരമുക്കൽ വീടിനകത്ത് തീപിടിച്ച് ഗൃഹനാഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ചു. 2 പേർ ചികിത്സയിൽ. ആത്മഹത്യയെന്നും കുടുംബത്തിന് സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായിരുന്നതായും സൂചന. എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതി മരിച്ചു. വെള്ളത്തേരി അമ്പലത്ത് വീട്ടിൽ അബ്ദുൾ സലാമിന്റെ ഭാര്യ 47 വയസ്സുള്ള ഷംസിയയാണ് മരിച്ചത്. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ ഗ്രോട്ടോയിലും മനപ്പടി കുരിശുപള്ളിയിലും മോഷണം. 2 ഭണ്ഡാരങ്ങളും മനപ്പടി സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയിലെ 1 ഭണ്ഡാരവുമാണ് കുത്തി തുറന്നത്. നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പുരസ്കാരം പകത്തു നൽകിയപ്പോൾ ഇരട്ടി മധുരമാണുണ്ടായതെന്ന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീന ആർ ചന്ദ്രൻ. അഭിനയത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഉർവശിയുമായി പുരസ്കാരം പങ്കിട്ടതിൽ കൂടുതൽ പ്രശസ്തിയും അംഗീകാരവുമാണ് ലഭിച്ചതെന്നും ബീന ടീച്ചർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.